പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും ദുർബലമായ ഒരു വികാരമാണ് ഏകാന്തത എന്ന് പറയുന്നത്. ഈ ഏകാന്തത മനുഷ്യൻ അനുഭവിക്കുമ്പോൾ വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാമായ കാര്യങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് ഓടിയെത്തും. അത് മനുഷ്യനെ വല്ലാതെ ചവിട്ടിയങ്ങ് മെതിക്കും, നശിപ്പിക്കും. മനുഷ്യൻ്റെ മനസ്സ് മാത്രമല്ല, ശരീരത്തെയും ഒരുപാടങ്ങ് നശിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ലോൺലിനെസ് ക്രിയേറ്റ്സ് പാനിക് ത്രൂ ദ ഹോൾ ബോഡി ആൻഡ് മൈൻഡ്. മൊത്തം ശരീരത്തിനും മനസ്സിനും ഒരു വല്ലാത്തൊരു അപകടാവസ്ഥ നൽകുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ ഏകാന്തത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏകാന്തത അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യർക്ക് ആത്മഹത്യാ പ്രവണത വല്ലാതെ അങ്ങ് കൂടും. അങ്ങനെ ആ ഒരു പ്രവണത കൂടുമ്പോൾ അവരെ സഹായിക്കാൻ, അവരെ ഒന്ന് സ്നേഹിക്കാൻ, അവരിലേക്ക് പ്രതീക്ഷ ഒന്ന് തൊട്ടുണർത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു നിമിഷം അവർ അതിൽ നിന്നും വിമുക്തരായി വരികയും ചെയ്യും. അത് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേക അവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ ഒന്ന് സ്നേഹിക്കാനും ഒന്ന് ആശ്വസിപ്പിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തോന്നിയ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടു വരണം എന്ന് തന്നെ തോന്നും. അതുകൊണ്ട് തന്നെയാണ് ടാഗോർ പറഞ്ഞത്, പ്രഭാതം അകലെയാണെങ്കിലും പാടുന്ന പക്ഷിയെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അതെ, പാടുന്ന പക്ഷിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്തെന്ന് വെച്ചാൽ രാത്രി എത്ര നേരത്തെ ഉണർന്നാലും പക്ഷി അതിൻ്റെ കൂട്ടിലിരുന്ന് പാടും, പ്രഭാതം ദാ ഇപ്പോഴും വരും, എനിക്കും എൻ്റെ ഇണയ്ക്കും പാറി നടന്ന ചില്ലകളിലെല്ലാം തൊട്ടുരുമിയും കുക്കുരുങ്ങിയും ഇരിക്കാമെന്നും ആഹാരം തേടാമെന്നും എല്ലാം. അതിനത്ര മാത്രമേ ഉള്ളൂ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ. അത് വിചാരിച്ച് തന്നെയാണ് പ്രതീക്ഷയോടുകൂടി കൂവുന്നത്. ആ പ്രഭാതം ഇപ്പോൾ വരും എന്ന പ്രതീക്ഷ. അപ്പോൾ ഈ പ്രതീക്ഷയ്ക്ക് ഒരു നിർവചനമുണ്ട്. എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ്സ് ബ്യൂട്ടി, ബിൽഡ് ഡ്രീംസ് ആൻഡ് ഗിവ്സ് അസ് ഹോപ്പ് എന്ന്. ഇത്രയുമാണ് പ്രതീക്ഷ നമുക്ക് തരുന്നത്. നമ്മളിലേക്ക് സന്തോഷവും ആനന്ദവും സ്വപ്നങ്ങളും എല്ലാം വാരിക്കോരി നൽകുന്ന ഒരവസ്ഥയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രതീക്ഷ തന്നെയാണ് മനുഷ്യനെ മുമ്പോട്ടേക്ക് നയിക്കുന്നതും. അങ്ങനെ പ്രതീക്ഷ മുമ്പോട്ടേക്ക് നയിച്ച ഒരു ജീവൻ രക്ഷിച്ച കഥയുണ്ട്. ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥ ഒരു മനോഹരമായ ഒരു കഥയാണ്. ഒരു വയസ്സനാവാർദ്ധകം തിരഞ്ഞ ഒരു പെയിൻറ്റർ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ച് അവിടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നല്ലൊരു കഥയാണത്. ന്യൂയോർക്കിലെ ഗ്രീനിച്ചിൽ നടന്ന കഥയാണ്. ഗ്രീനിച്ചിലെ സൂപ്പർ മാർക്കറ്റിൽ ഒരു പെൺകുട്ടി ജോലിക്ക് വരികയാണ്. ആ കുട്ടി നാട്ടിൻപുറത്തിൻ്റെ ശാലീന സൗന്ദര്യവും നാട്ടിൻപുറത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു പെൺകുട്ടിയായിരുന്നു, പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അപ്പോൾ നാട്ടിൻപുറം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വൈലോപ്പിള്ളി പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. നല്ല മനോഹരമായ വലിയ കവിതയാണ്. അതായത് 4 വരി പറയാം. മാവും പിലാവും പൊള്ളിയും കവുങ്ങും തെങ്ങും ഫലം തിങ്ങുമിളങ്കവുങ്ങും നിറഞ്ഞ ഹോ സസ്യലതാഢ്യമായ വീടൊന്നിതാ മുന്നിൽ വിളങ്ങിടുന്നു. അങ്ങനെ പറഞ്ഞു അവസാനം പറയുന്നു, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഈ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം തന്നെ. എല്ലാ കാര്യത്തിലും, മനുഷ്യൻ്റെ സ്വഭാവത്തിലായാലും പെരുമാറ്റത്തിലായാലും എല്ലാത്തിലായാലും നാട്ടിൻപുറം നന്മകൾ നിറഞ്ഞു തന്നെയായിരുന്നു. അങ്ങനെയുള്ള നന്മകൾ നിറഞ്ഞ നാട്ടിൻപുറത്തു നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടി. ജോൺസി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി കിട്ടുന്നു. അവൾ വളരെ കഷ്ടപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായതുകൊണ്ട് അവൾ ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് താമസം തുടങ്ങിയത്. കിട്ടുന്ന പണം വീട്ടിൽ അയച്ചു കൊടുക്കേണ്ടത് കൊണ്ട് ആ തിരക്കൊഴിഞ്ഞ ഒരു തെരുവിൽ ഉള്ള വീട്ടിൽ അവൾ താമസം ഉറപ്പിച്ചു. അങ്ങനെ താമസിച്ചപ്പോൾ അവിടെയും അവളെ പോലെ പാവങ്ങളായ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ അവൾ ആരോടും ചങ്കാത്തം കൂടാനൊന്നും പോയില്ല. അവിടെ ജോലി ചെയ്യുന്നു, തിരിച്ചു വന്നാൽ അവൾക്ക് വേണ്ട ആഹാരമെല്ലാം പാചകം ചെയ്തു കഴിച്ച് സ്വസ്ഥമായി അങ്ങനെ കഴിച്ചുകൂട്ടും. കുറേ കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ന്യൂമോണിയ ബാധിക്കുകയാണ്. ഈ ന്യൂമോണിയയുടെ കാലഘട്ടത്തിൽ എഴുതിയ കഥയാണിത്. ന്യൂമോണിയ ബാധിച്ചു, പനി പിടിച്ചു, കുട്ടി അങ്ങനെ മുറിക്കകത്തങ്ങനെ കിടപ്പായിപ്പോയി, രോഗിയായി വയ്യാതായി അങ്ങനെ കിടക്കുകയാണ്. കിടന്ന് വെറുതെ ഇങ്ങനെ അലസമായി കിടന്നപ്പോൾ ആ കുട്ടിയുടെ മുറിയുടെ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ അന്നാണ് അവൾ കാണുന്നത്, ജനലിൻ്റെ അപ്പുറത്ത് ഒരു പൈൻ മരം ഉണ്ടായിരുന്നു. വളരെ നല്ല പോലെ തളിർത്ത് നിൽക്കുന്ന ഒരു പൈൻമരം. ആ പൈൻമരത്തിലേക്ക് അവളങ്ങനെ നോക്കിയപ്പോൾ അത് ശരത്കാലമായിരുന്നു, ഇല പൊഴിയുന്ന കാലം.
അങ്ങനെ നോക്കിയപ്പോൾ ആ മരത്തിലെ ഇലകളെല്ലാം കൂട്ടത്തോടെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത് ആ കുട്ടി കണ്ടു. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന കുട്ടിയാണ്. അവരുടെ മനസ്സിലേക്ക് ഏകാന്ത ചിന്തകൾ ഓടി വന്നു. ഇത്രയും വലിയ മരത്തിൽ നിന്നും ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു തീരുകയാണ്. അത് പൊഴിഞ്ഞ് ഇലകളെല്ലാം ഒന്നായി പൊഴിഞ്ഞു തീരുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടി ഉറപ്പിക്കുകയാണ്, ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു തീരുമ്പോൾ ചിലപ്പോൾ ഞാനും അങ്ങ് മരിച്ചു പോകുമായിരിക്കുമെന്ന്. അങ്ങനെ വെറുതെ വിരസമായി ചിന്തിച്ചപ്പോൾ അടുത്ത വീട്ടിൽ താമസത്തിന് വന്ന വൃദ്ധനായ ഒരു പെയിൻറ്റർ നല്ല ശില്പങ്ങളെല്ലാം വരച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. ക്യാൻവാസിൽ നല്ല ജീവനുള്ള ചിത്രങ്ങൾ പകർത്തി വിൽക്കുന്ന ആളാണ്. നല്ല ഭംഗിയായി വരക്കുന്ന ആളാണ് അയാൾ. അങ്ങനെ അവിടെ ബഹർമാൻ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സ്നേഹം തോന്നി. അത് സ്നേഹമാണോ വാത്സല്യമാണോ പ്രേമമാണോ എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അത് അയാൾ നല്ലതുപോലെ പ്രകടിപ്പിച്ചിട്ടുമില്ല. അയാൾ ആ കുട്ടിയെ ഒന്ന് നോക്കിയപ്പോൾ അയാൾക്കൊരിഷ്ടം തോന്നി. അങ്ങനെ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ കുട്ടിക്ക് സുഖമില്ലേ, എന്താ ഇങ്ങനെ പുറത്തേക്ക് നോക്കി കിടക്കുന്നത് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് സുഖമില്ല, നിമോണിയ വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ ബാക്കിയാവുകയില്ല, എല്ലാവരും മരിച്ചു പോവും. അപ്പോൾ ഈ മരത്തിലെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. ആ ഇലകളെല്ലാം പൊഴിഞ്ഞ് അവസാനത്തെ ഇല തീരുമ്പോൾ ഞാനും മരിക്കും എന്ന് ആ കുട്ടി ആ പെയിൻറ്ററോടും കൂടെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ആ പെയിൻറ്റർക്ക് വല്ലാത്തൊരു സഹാനുഭൂതി, സഹതാപം, ഒരു കാരുണ്യം, അതിനേക്കാൾ ഉപരി ഒരു ദയ ആ കുട്ടിയോട് തോന്നി. ചെറുപ്പക്കാരിയായ കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ മരിച്ചു വീഴാൻ പാടില്ല. ആ കുട്ടിയെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം എന്ന് അയാൾക്ക് മനസ്സിൽ തോന്നി. അയാൾ ഉറപ്പിച്ചു. കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി. കാരണം അയാൾ പെയിൻ്റ് അടിച്ച് കിട്ടുന്ന പൈസയെല്ലാം, ചിത്രങ്ങൾ വരച്ച് കിട്ടുന്ന പൈസയെല്ലാം വല്ലാതങ്ങ് മദ്യപിച്ച് തീർക്കുമായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ രാത്രി അയാൾ അങ്ങ് അറിയാതെ ഉറങ്ങിപ്പോവും. പിന്നെ ഈ കുട്ടിയെ പറ്റിയുള്ള ചിന്തകളൊന്നും അയാളുടെ മനസ്സിൽ വരാറില്ല. എങ്കിലും പകൽ സമയങ്ങളിൽ അയാൾ ആ കുട്ടിയെപ്പറ്റി ചിന്തിക്കും. ഒരു ദിവസം അയാൾ വല്ലാതങ്ങ് ചിന്തിച്ചു, ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ നൽകിയാൽ ആ കുട്ടിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം വരും. ആ പ്രതീക്ഷയിലൂടെ ആ കുട്ടി മുന്നേറിപ്പോവും എന്ന് തന്നെ അയാൾ വിവരിച്ചു. അയാളുടെ നല്ല മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്ത് ചെയ്താണ് ഞാൻ ഈ കുട്ടിയെ രക്ഷിക്കേണ്ടത് എന്ന് ഒരു ദിവസം അയാൾ ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ച് ആലോചിച്ച് നോക്കി. അയാൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ അയാളുടെ ബുദ്ധിയിൽ തെളിഞ്ഞു. ആ കുട്ടി പറഞ്ഞത്, ഇതിലെ അവസാനത്തെ ഇല പൊഴിയുമ്പോൾ ഞാനും പൊഴിഞ്ഞു പോകും എന്നല്ലേ. അപ്പോൾ ഇതിലെ അവസാനത്തെ ഇല പൊഴിയാതിരുന്നാലോ? ആ പൊഴിയാതിരുന്നാൽ ആ കുട്ടിക്ക് അത് പൊഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ ജീവിക്കണം, ഇല പൊഴിയുന്നത് വരെ ജീവിക്കണം എന്ന് ആശയും പ്രത്യാശയും ഉണ്ടാകുമെന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചു. അയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ക്യാൻവാസിൽ ഒരു പച്ച ഇല വരക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും, ജീവനുള്ള ഒരു ഇല വരച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു. അന്ന് അയാൾ കുടിച്ചിട്ടേയില്ല. കാരണം അയാൾക്ക് ആ ജോലി തീർക്കണമായിരുന്നു. അങ്ങനെ അയാൾ വന്നു. അയാളുടെ ആഹാരമെല്ലാം പാചകം ചെയ്തു. അയാളെല്ലാം കഴിച്ചതിന് ശേഷം അയാൾ ഈ ഇല ഉണ്ടാക്കുന്ന പണിയിലങ്ങനെ മുഴുകി. അങ്ങനെ ഇല ഉണ്ടാക്കി ഇല മാത്രം പോരാ, അത് ആ വൃക്ഷത്തിൻ്റെ മുകളിൽ കെട്ടിയിടാൻ ഒരു ഞെട്ടും കൂടി ഉണ്ടാക്കണം. ആ ഇല നോക്കുമ്പോൾ അത് ഒറിജിനൽ ഇലയാണെന്ന് തോന്നുകയും വേണം. അത്രയും സാഹസപ്പെട്ട് അയാൾ വളരെ ഭംഗിയായി ഇല വരച്ചുണ്ടാക്കി. ഇലയുടെ ഷേപ്പ് തന്നെ ഉണ്ടാക്കി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രാത്രി ഒരുപാട് കഴിഞ്ഞിരുന്നു. വെളുപ്പാൻ കാലം ആയി തുടങ്ങിയിരുന്നു. നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. കുറച്ച് പ്രായമുള്ള ഒരാളാണ്. എങ്കിലും അയാൾ ഇല കെട്ടാനുള്ള സാധനങ്ങളും മരത്തിൽ കയറാനുള്ള ഏണിയും എല്ലാം ആയിട്ട് ആ പൈൻ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നു. അങ്ങനെ നോക്കിയപ്പോൾ മഞ്ഞ് തുരുതുരാ പൊഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുടയും കയ്യിൽ എടുത്തു. കാരണം മഞ്ഞ് വല്ലാത്തങ്ങ് പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ വളരെ സാഹസപ്പെട്ട് വളരെ ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കണം, അവൾക്ക് ആശയും പ്രത്യാശയും കൊടുക്കണം എന്നൊരു വല്ലാത്ത മോഹത്തോടെ അയാൾ മരത്തിലേക്ക് എല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ മരത്തിലേക്ക് വലിഞ്ഞു കയറി. വളരെ സാഹസപ്പെട്ട ഒരു പ്രവൃത്തിയായിരുന്നു. കാരണം മരത്തിൽ മുഴുവൻ മഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. പിടിച്ചു കയറുക വളരെ ദുർഘടമായ പണിയായിരുന്നു. എങ്കിലും അയാൾ സാഹസപ്പെട്ട് കയറി. ആ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ആ ഒരു മനോധൈര്യം
അയാൾക്കുള്ളത് കൊണ്ട് മാത്രം അവിടെ അയാളുടെ മനസ്സിലെ കാരുണ്യം പ്രവർത്തിക്കുകയാണ്. അയാളങ്ങനെ മരത്തിൽ കയറി വീഴാതരത്തിൽ ഒരു ശിഖരത്തിൽ 2 കാലും അപ്പുറത്തും ഇപ്പുറത്തോട്ട് ബലമായി അങ്ങിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കുട താഴെ വീണുപോയി. ഇനി ഈ ഇല കെട്ടി ഭദ്രമായി കെട്ടി റിയൽ ഇല പോലെ ആക്കണം എന്ന ഒരു മനസാന്നിധ്യം അയാൾക്കുള്ളത് കൊണ്ട് അയാൾ അവിടെ തന്നെ ഇരുന്നു. ഇറങ്ങി താഴോട്ട് വന്ന് കുട എടുക്കാൻ ശ്രമിച്ചതേയില്ല. മഞ്ഞ് തുരുതുരാ പെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ ശരീരം മൊത്തം നനയുന്നുണ്ടായിരുന്നു. അയാൾക്ക് ആ ഇല ആ കമ്പിൽ വെച്ച് കെട്ടാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അത്രമാത്രം മഞ്ഞിങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. എങ്കിലും അയാളെല്ലാം സഹിച്ച് അവിടെ ബലമായിരുന്നത് കൊണ്ട് വീഴും എന്ന് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ ഇല ഭംഗിയായി കെട്ടി അത് അയാൾ ക്യാൻവാസിൽ പകർത്തിയ ഇല ഭംഗിയായി ഒന്നുകൂടെ നോക്കി വൃത്തിയായി അത് ഒരു നല്ല ഒരു യഥാർത്ഥ ഇലയാണെന്ന് തോന്നുന്ന വിധത്തിൽ തന്നെ ആ മരത്തിൽ കെട്ടിത്തൂക്കി കഴിഞ്ഞപ്പോൾ നേരം വെളുക്കാറായി തുടങ്ങിയിരുന്നു. അയാൾ അങ്ങനെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ മരത്തിൽ ധാരാളം മഞ്ഞിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. നല്ല തെന്നലുണ്ടായിരുന്നു. 2-3 സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും അയാൾ താഴെ വീണുപോയി. താഴെ വീണപ്പോൾ അങ്ങനെ അബോധാവസ്ഥയിലായപ്പോൾ ആ മഞ്ഞെല്ലാം കൂടെ അയാളെ ശരീരത്തിൽ ഇങ്ങനെ മൂടിക്കിടന്നു. ആരും അയാളെ കണ്ടതേയില്ല. അയാൾ അവിടെ അങ്ങനെ കിടന്നു, കുറേ നേരം കിടന്നു. ആരും അയാളെ കണ്ടതേയില്ല. രാവിലെ ആയപ്പോൾ ആ പെൺകുട്ടി ജനലിലൂടെ നോക്കിയപ്പോൾ ആ കുട്ടിക്ക് വല്ലാത്തൊരു പ്രത്യാശ, വല്ലാത്തൊരു സന്തോഷം. ഭഗവാനെ, ഈ ഇല പൊഴിഞ്ഞില്ല, അത് വീണ്ടും ജീവനോടെ ഇരിക്കുന്നല്ലോ എന്നൊരു തോന്നൽ അപ്പോൾ അവൾക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചെങ്കിലും ആ ഇലയ്ക്ക് ജീവനുണ്ട്. ആ ജീവനുള്ള ഇല പിന്നെയും പിന്നെയും തളിർത്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു വികാരം അവളുടെ മനസ്സിലുണ്ടായപ്പോൾ അവൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായി. എനിക്കും ജീവിക്കണം, ഈ ഇല പൊഴിയുന്നത് വരെ എനിക്കും ജീവിക്കണം എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ രോഗത്തിൽ നിന്നും വിമുക്തയാവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും ചാടി എണീറ്റ് മുറിക്കകത്ത് പോയി. അയാൾക്ക് വല്ലാത്ത പനിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി പിന്നെ അയാളെ കണ്ടതേയില്ല. മുറിക്കകത്ത് കയറി അയാൾ കടച്ചു, അവിടെ അങ്ങ് കിടന്നു. അങ്ങനെ അയാളുടെ പനി വല്ലാതങ്ങ് മൂർച്ഛിച്ചു. അപ്പോൾ അയാൾ ആ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കലാസൃഷ്ടി ഇവിടെ നടത്തിയതിന് ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് അയാൾ ചെയ്തത്. അയാൾ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരിലയാണെങ്കിലും അത് ഭംഗിയായ ഒരു കലാസൃഷ്ടി തന്നെയായിരുന്നു. ഒരു ജീവൻ രക്ഷിച്ച കലാസൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രതീക്ഷയുള്ളവരായിരിക്കണം. പ്രതീക്ഷ തന്നെയാണ് നമ്മളെ എപ്പോഴും മുമ്പോട്ട് നയിക്കുന്നതെന്ന് വിശ്വസിക്കുക, ആശ്വസിക്കുക. അതാണ് നമ്മുടെ മുതൽക്കൂട്ട്. നന്ദി, നമസ്കാരം.